ബഫർ സോണും നിർമ്മാണ നിരോധനവും പട്ടയം നൽകാതിരിക്കലും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ സംസ്ഥാന സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി ആരോപിച്ച പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി UDF ജില്ലാ നേതൃത്വം. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 28-ന് കട്ടപ്പനയിൽ പ്രതിഷേധ റാലിയും ഉപവാസ സമരവും നടത്തുമെന്ന് ജില്ലാ നേതാക്കൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2016 മെയ് 26-ന് ജില്ലയിലെ 8 വില്ലേജുകളിൽ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച പീഡനം ജില്ലയിലെ ജലസേചന ഡാമുകളുടെ ജണ്ടയ്ക്ക് പുറത്ത് 120 മീറ്ററും വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളുടെ ജണ്ടയ്ക്ക് പുറത്ത് 200 മീറ്ററും ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വരെ എത്തി നിൽക്കുകയാണ്. 2019 ഓഗസ്റ്റ് 22-ന് ഇടുക്കി ജില്ലയിൽ മാത്രം സമ്പൂർണ്ണ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയും നിർമ്മിച്ചതെല്ലാം പട്ടയം റദ്ദാക്കി സർക്കാരിന് ഏറ്റെടുക്കാമെന്നുള്ള ഉത്തരവിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളും നടത്തുകയും ചെയ്തു. 2019 ഡിസംബർ 17-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത നിർമ്മാണ നിരോധനം പിൻവലിക്കുമെന്ന പിണറായി വിജയൻ നൽകിയ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. ചട്ടഭേദഗതിയിലൂടെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന വിഷയം 4 വർഷത്തിന് ശേഷം നടത്തിയ നിയമ ഭേദഗതിയിലൂടെ സങ്കീർണമാക്കി ഇന്നും വ്യക്തതയില്ലാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഹൈറേഞ്ചിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന യാതൊരു നീതീകരണവുമില്ലാത്ത വിവേചനവും അനീതിയുമാണിതെന്ന് നേതാക്കൾ പറഞ്ഞു. ആ നിയമത്തിൽ ആവശ്യമില്ലാത്ത സങ്കീർണതകളെല്ലാം ഉണ്ടാക്കി ഇന്നും അതൊരു അവ്യക്തമായി തുടരുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയും പറഞ്ഞു 2025 മാർച്ച് 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ഇതിന്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുമെന്ന് അവരും ഉറപ്പ് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ ഇന്ന് വരെയും ചട്ടവും വന്നിട്ടില്ല. കെട്ടിട നിർമ്മാണ നിരോധനം ഇതുവരെയും പിൻവലിച്ചിട്ടുമില്ല. ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിൽക്കുകയാണ്. സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ല. ചെറുകിട ആളുകൾക്ക് പോലും ചെറിയ ഒരു വ്യവസായ സംരംഭം പോലും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ആളുകൾ വിഷമിക്കുകയാണ്. ജില്ലയുടെ വികസനങ്ങൾ മുഴുവനും ഈ ഒരു കാരണത്താൽ മുരടിച്ചിരിക്കുകയാണ്. ഇത് ഈ ജില്ലയിലെ ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന വലിയ ഒരു അനീതിയും വിവേചനവും ബാക്കി 13 ജില്ലകളിലും ഇല്ലാത്ത നിലയിൽ ഉള്ള ഒരു കെട്ടിട നിർമ്മാണ നിരോധനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ആളുകളോട് കാണിക്കുന്ന ഒരു വലിയ അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പത്തുചീൻ പ്രദേശത്തെ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകാമെന്ന UDF തീരുമാനം അട്ടിമറിച്ച് പത്തുചീൻ മേഖലയിൽ പട്ടയം നൽകാൻ പാടില്ല എന്ന 2019 ജനുവരി 29-ലെ സർക്കാർ ഉത്തരവ് ഈ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന കർഷകരെ നിരാശരാക്കി. മതികെട്ടാൻ ചോലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോണാക്കിക്കൊണ്ടുള്ള 2020 ഓഗസ്റ്റ് 13-ലെ കരട് വിജ്ഞാപനത്തിന്മേൽ അപ്പീൽ ഫയൽ ചെയ്യാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിയത് സർക്കാരിന്റെ അലംഭാവമാണെന്നും നേതാക്കൾ പറഞ്ഞു. 2021 ഫെബ്രുവരി 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ ജില്ലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച 12,000 കോടിയുടെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി 4 വർഷത്തിനിടെ കർഷകർക്ക് നൽകിയ ആനുകൂല്യങ്ങളും തുകയും വ്യക്തമാക്കണം. കൂടാതെ ഇടുക്കി പാക്കേജിനെ സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സർക്കാർ ഒരു പതിറ്റാണ്ടായി നടത്തിവരുന്ന വഞ്ചനയും പീഡനവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രചരണ പരിപാടികൾ UDFന്റെ നേതൃത്വത്തിൽ മണ്ഡലം തലങ്ങളിലും നടത്തും. കട്ടപ്പനയിൽ നടക്കുന്ന സത്യാഗ്രഹ പരിപാടിയിൽ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു.